വടകര വാഹനാപകടത്തിൽ കുറ്റവാളിയെ കണ്ടെത്തുമ്പോൾ അത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന് നേർസാക്ഷ്യമാവുകയാണ്. സമാനതകളില്ലാത്ത ഈ മികവ് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലുള്ള കേരള പോലീസിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പോലീസ് അപകടത്തിന് കാരണമായ കാറും ഡ്രൈവറെയും കണ്ടെത്തിയതെന്ന് അറിയണ്ടേ? ക്രൈം ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. അപകടമുണ്ടാക്കിയ കാറിനെയും ഡ്രൈവറെയും കണ്ടെത്താനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പോലീസിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തെളിവ് ഇടിച്ച കാർ വെള്ള നിറത്തിലുള്ളതായിരുന്നു എന്നത് മാത്രമായിരുന്നു. സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ഇല്ലാത്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ശൂന്യതയിൽ നിന്നും അന്വേഷണം ആരംഭിച്ച പോലീസ് സൈബർ വിങ്ങിന്റെ സഹായത്തോടെ ട്രേസ് ചെയ്തത് 50,000-ഓളം ഫോൺ കോളുകൾ. അന്വേഷണത്തിൽ മാരുതി സുസുക്കി സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് 2 കാറാണ് ഇടിച്ചതെന്ന് വ്യക്തമാകുന്നു. തുടർന്ന് 2011 മുതൽ 2018 വരെ ഇറങ്ങിയ 19,000-ത്തിലധികം കാറുകളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു. അവിടെ നിന്നും വടക്കൻ ജില്ലകളിൽ ഇറങ്ങിയ വെള്ള സ്വിഫ്റ്റ് കാറുകളിലേക്കും പിന്നീട് വണ്ടിയുടെ RC ഓണർമാരിലേക്കും അന്വേഷണം ചുരുക്കുന്നു. അടുത്ത ഘട്ടമായി ഇടിച്ച കാർ റിപ്പയർ ചെയ്യാനുള്ള സാധ്യത കണ്ടെത്തിയ പോലീസ് 6 ജില്ലകളിലായി സ്പെയർ പാർട്സ് കടകളിലും വർക്ക്ഷോപ്പുകളിലും അന്വേഷണം നടത്തുന്നു. ഇതേ സമയം തന്നെ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത ഇൻഷുറൻസ് ക്ലെയിമുകളും പോലീസ് പരിശോധിക്കുന്നു. ഇത്തരത്തിൽ പോലീസിന് സംശയം തോന്നിയ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത എല്ലാ വാഹന ഉടമകളുടെയും മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ മാർച്ചിൽ ഒരു വെള്ള സ്വിഫ്റ്റ് കാർ മതിലിലിടിച്ചതായി കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതായി പോലീസ് കണ്ടെത്തി. മാറിയ സ്പെയർ പാർട്സുകൾ പരിശോധിച്ച പോലീസ് ഇത്തരമൊരു അപകടമുണ്ടാകുമ്പോൾ വണ്ടിക്കുണ്ടായേക്കാവുന്ന പരിക്കിന് സമാനമാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത വണ്ടിക്കുമുള്ളതെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് KL 18R1846 എന്ന വെള്ള സ്വിഫ്റ്റ് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടം നടന്ന ദിവസം ഇതേ കാർ അപകടം നടന്ന സമയത്ത് ഈ ദിശയിലൂടെ പോയതായി കണ്ടെത്തി. വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ദൃശാനയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കുമ്പോൾ കേരള പോലീസിന് ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. കേരള പോലീസ് പൊളിയാണ്.